ഇവിടെ ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരികയാണ്. ശ്രീ അനിൽകുമാർ, ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള അനാലിസിസിലാണ് ഇപ്പോൾ ശ്രീലാലും അതുപോലെ തന്നെ പ്രേംകുമാറും ജേക്കബ് ജോർജും സംസാരിച്ചത്. ഞാൻ താങ്കളോട് ആദ്യം സംസാരിച്ചിരുന്നു, പക്ഷേ അത് കേട്ടില്ല എന്ന് തോന്നുന്നു. അതിലൊരു കാര്യം ഇതിൽ നിന്ന് ഭിന്നമായി ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്, ഇന്നിപ്പോൾ മലയാള മനോരമ ഈ സ്ഥാനാരോഹണത്തിന് ശേഷം അല്ലെങ്കിൽ സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് ആയതിനു ശേഷം ആ ചടങ്ങ്, അവിടെ ഉണ്ടായിട്ടുള്ള ആ കാഴ്ചയിൽ നിന്നൊക്കെ ആവേശഭരിതമായി മലയാള മനോരമ മുഖപ്രസംഗത്തിലൂടെ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുന്നു എന്ന നിലയിൽ പറയുമ്പോൾ അതിലൊരിടത്ത് പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു അത്രേ, ഏതോ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ പറഞ്ഞു എന്നാണ് ഈ മുഖപ്രസംഗം പറയുന്നത്, പിണറായി സർക്കാരിലും മെച്ചപ്പെട്ട സർക്കാരിനെ കേരള ജനത അർഹിക്കുന്നുണ്ട് എന്നുവെച്ചാൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസ്സിൽ അങ്ങനെ നേതാക്കളെല്ലാം കൂടെ അങ്ങ് ചേർന്ന് ഐക്യപ്പെട്ട് നിന്നാൽ, കെ മുരളീധരൻ പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ് നമ്മളെന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുന്നവർക്കൊരു സംശയം തോന്നും. അങ്ങനെ നമ്മൾ അങ്ങനെ നിന്നു കൊടുത്താൽ മതി, അപ്പോൾ പിണറായിയേക്കാൾ മെച്ചപ്പെട്ട ഒരു സർക്കാരിനെ നമ്മൾക്ക് സമ്മാനിക്കാനാകും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് ധരിച്ചാണ് കോൺഗ്രസ്സുകാരെങ്കിലും അല്ലെങ്കിൽ അതിനെ പിൻപറ്റി നിൽക്കുന്ന മാധ്യമങ്ങളെങ്കിലും ധരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഈ മുഖപ്രസംഗമെങ്കിലും മിനിമം വായിച്ചാൽ. ശ്രീ അനിൽകുമാർ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ചർച്ചയിലെ ബഹുമാനപ്പെട്ട 3 അതിഥികൾ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. എൻ്റെ വിയോജിപ്പിന് കാരണം, കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ അമാനുഷികന്മാരല്ല. ഒരു കോൺഗ്രസ് നേതാവും കേരളത്തിൽ ചരിത്രപരമായ സംഭാവനകൾ നൽകി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല. ആധുനിക കേരളത്തെ വികസിപ്പിച്ചതിൽ സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, പുതിയ കേരളം ഉണ്ടായ ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വം വിമോചന സമരം മുതൽ എടുത്തിട്ടുള്ള സമീപനം നിഷേധാത്മകമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് സംഭാവന നൽകി അതിൻ്റെ ഭാഗമായി ജനമനസ്സിൽ ഇടം നേടി ഇതാ വലിയ നേട്ടങ്ങൾ നാടിനുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന തരത്തിൽ ഒരാളും ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടില്ല. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിർമ്മിക്കപ്പെട്ടത്? എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി. അപ്പോൾ കുഴിയാനെ ആനയാക്കാൻ കഴിയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മുമ്പിൽ 2-3 ദിവസക്കാലം കൊണ്ട് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പ്രേംകുമാർ അവതരിപ്പിച്ച ഹരിശ്രീ അശോകൻ്റെ രൂപത്തിലുള്ള ഒരാളെ ശരിയായ ഗോതയിലിറക്കുന്ന ഒരു വലിയ കരുത്തുറ്റ ആളായി അവതരിപ്പിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളുടെ ഒരു ബിംബവൽക്കരണത്തിലാണ് ഈ വലതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരായി വലിയ നേതാക്കന്മാരായി വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു നേതാവിനെയും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് കാണാൻ പാടില്ല. വ്യക്തികൾ തമ്മിലല്ല ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസ്സിന് കേരളത്തിലുള്ള സ്വാധീനം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്കുള്ള സ്വാധീനം മാത്രമല്ല, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമാണ്. ആ സ്വാധീനത്തെ നിലനിർത്താൻ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ തിരക്കഥകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, ആഖ്യാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു ആഖ്യാനമാണ് മലയാള മനോരമയിൽ ആശ്വാസനിർഭരമായി ഇന്ന് അവതരിപ്പിച്ചത്. മാതൃഭൂമിയും ആ വഴിക്ക് തന്നെയാണ്, ചാനലുകളും ആ വഴിക്ക് തന്നെയാണ്. ആഘോഷങ്ങളായിരുന്നു. കേരളത്തിലൊരു മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുമ്പോൾ അതിനേക്കാൾ ഗൗരവത്തിലാണ് ഇപ്പോൾ ഈ ആഘോഷങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ നിയമിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ഗവർണറെ നിയമിക്കുന്ന പോലെ, ഗവർണർമാർ പിരിച്ചുവിടപ്പെടുന്ന പോലെ, ഗവർണർ നിയമിക്കപ്പെടുന്ന പോലെ ഒരു സ്ഥാനത്ത് നിയമിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാണ്ട് ഇവർക്ക് വരെ അധികാരമൊന്നുമില്ല. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ മാത്രമുള്ള ചില കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്കൊന്നും അധികാരമൊന്നുമില്ല. അപ്പോൾ ഇവരെയൊക്കെ ബിംബവൽക്കരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ ചോദ്യം ഉയർത്തുന്നത്. കോൺഗ്രസ് പാർട്ടി കേരളത്തിന് നൽകുന്ന സംഭാവന എന്താണ്? നമുക്ക് സുധാകരൻ്റെ കാലമെടുക്കാം, 10 കൊല്ലക്കാലം. അതിൽ സുധാകരൻ 4 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ 10 കൊല്ലം എടുക്കുന്നത് 2010 മുതൽ 2015 മുതൽ 25 വരെയുള്ള കാലമാണ്. 4 തെരഞ്ഞെടുപ്പുകൾ LDF ജയിച്ചു, 2 തെരഞ്ഞെടുപ്പുകൾ UDF ജയിച്ചു. LDF ജയിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ബലം പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും. ദേശീയ രാഷ്ട്രീയ പരിസരമാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരിസരം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിജയം കേരളത്തിലെ KPCCയുടെ വിജയമായിട്ട് ഒരാൾ പോലും കണക്കാക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ബഹുമാനപ്പെട്ട K സുധാകരൻ പറയണ പോലെ എത്രയോ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എന്നെ എന്തിനാണ് മാറ്റിയത്? 1.5 ലക്ഷം വോട്ടിന് അവിടെ കണ്ണൂരിൽ ജയിച്ച സുധാകരനെ എന്തിനാണ് മാറ്റുന്നത്? ഇത്രയും വലിയ ജനപിന്തുണയുള്ള ആളെ മാറ്റുന്നത് എന്തിനാണ്? തീരെ ജനപിന്തുണ ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ കോൺഗ്രസ്സുകാർക്കുള്ളിൽ നല്ല ബുദ്ധിയുണ്ട്. ലോകസഭയെ ജയിച്ചതുകൊണ്ട് കാര്യമില്ല.
കാരണം ലോകസഭയിലേക്കുള്ള വോട്ട് മാത്രമാണത്. നിയമസഭയിൽ വോട്ട് വേറെയാണ്. ആളുകൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് 2015, 16 പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഈ 3 തെരഞ്ഞെടുപ്പുകളിലെ ഫലം നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള എഡ്ജുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഈ എഡ്ജ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കേരളത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയെ ശക്തിപ്പെടുന്ന കുറേ വസ്തുതകൾ വന്നു. ഞാൻ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പിണറായി സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സർക്കാരിനെ കേരളം അർഹിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി അല്ല ആദ്യം പറഞ്ഞത്. ആദ്യമായിട്ടത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ട് അദ്ദേഹം മന്ത്രിസഭാ വാർഷികത്തിന് പോയി നാട്ടുകാരുടെ വർത്തമാനം പറയുകയാണ്. ഞങ്ങളത് ഒരു 900 കാര്യമാണ് വെച്ചിരുന്നത്. ആദ്യം 600 വെച്ചത്, 900 ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സർക്കാരിനെ നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഞങ്ങൾ ഇന്നതിനൊക്കെ നടപ്പാക്കി, ബാക്കി നടപ്പാക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയൂ. 1ാം പിണറായി സർക്കാർ, 2ാം പിണറായി സർക്കാർ, ഇതിലേതാണ് മെച്ചം? കുറേ നാൾ പത്രങ്ങളെല്ലാം പറഞ്ഞു 2ാം പിണറായി സർക്കാർ 1ാം പിണറായി സർക്കാരിന് അത്രയും വരുന്നില്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അത്രയും വരുന്നില്ല എന്നാളെ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല, കരുണാകര സർക്കാരിൻ്റെ അത്രയും വന്നിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നടത്തുന്നൊരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം വന്ന കണക്കെന്താണ്? കോവിഡ് കാലത്ത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മരണം എത്രയോ അതിൽ നിന്നും 50% അധികം മാത്രമാണ് അധിക മരണമുണ്ടായത്. അതിനർത്ഥം എന്താണ്? ഇന്ത്യ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ ആ മരണാനുപാത കണക്കിൽ നിന്നും കേരളം എത്രയോ കുറഞ്ഞ മരണനിരക്കായിരുന്നു. ഇത് തെളിയിക്കുന്ന എന്താണ്? പിണറായി സർക്കാർ ശരിയായ വഴിയിലാണ് കോവിഡ് കൈകാര്യം ചെയ്തത്. ഇത്തരം ആഖ്യാനങ്ങളെല്ലാം സർക്കാരിനെതിരായി നിർമ്മിക്കുമ്പോൾ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സർക്കാർ രാഹുൽ ഗാന്ധിക്ക് കിട്ടണ എന്ത് വേണം? മരണം കുറഞ്ഞ കേരളമല്ലാത്ത മറ്റൊരു സംസ്ഥാനമുണ്ടോ കോൺഗ്രസിൻ്റെ മാതൃകയായി? അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ പിണറായി സർക്കാരും മെച്ചപ്പെട്ട സർക്കാരാണ്. ഇന്ന് ജില്ലാതലത്തിൽ നടക്കുന്ന അവലോകന യോഗത്തിലും ജില്ലാതലത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലും മുഖ്യമന്ത്രിയാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്താണ് നേതൃത്വം കൊടുക്കുന്നത്? ഇന്നത്തെ 2ാം പിണറായി സർക്കാരിനേക്കാൾ മികവാർന്ന നിലയ്ക്ക് അടുത്ത സർക്കാർ നവകേരളം എങ്ങനെ കെട്ടിപ്പടുക്കും, അതിന് മത്സരിക്കാൻ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടുത്തെ മാധ്യമങ്ങൾ ആകെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും നേതാക്കന്മാർ ബിംബവൽക്കരിക്കുകയാണ്. ഇപ്പോൾ സുധാകരൻ വന്നു, കോൺഗ്രസിനെ മാറ്റി CPM-നെ പോലെ സെമി കേഡറാക്കാൻ പോകുന്നു. എന്നിട്ട് എന്തായി? കോൺഗ്രസിൻ്റെ സെമി കേഡർ എന്തായി? അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സംഘടനാപരമായി വട്ടപൂജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാർ പാൻ കേരള ബന്ധമുള്ള ഒരു നേതാവും കോൺഗ്രസിലില്ല. അപ്പോൾ തൽക്കാലം ചില പരീക്ഷകൾ നടത്തുന്നു. അതിവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയിലാണ് ഈ നേതാക്കന്മാർ നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കേരള രാഷ്ട്രീയത്തിനകത്ത് നവകേരള നിർമ്മിതിക്ക് പിണറായി സർക്കാർ തുടർഭരണത്തിലേക്ക് എന്ന കാഴ്ചപ്പാട് വെക്കുമ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ നയം അത് വ്യക്തമാക്കട്ടെ.